എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ സോഫിയ അവിനാശാണ്. നമുക്കറിയാം, ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോക മുലയൂട്ടൽ വാരമാണ്. ഈ മുലയൂട്ടൽ എന്ന് പറഞ്ഞാൽ അത്രയും വലിയൊരു പ്രാധാന്യം നൽകുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, നമ്മുടെ അമ്മമാരും കുട്ടികൾക്കും അത്രയും ഒരു ആത്മബന്ധം സൃഷ്ടിക്കുന്ന ഒരു രീതിയാണ് മുലയൂട്ടൽ, അല്ലേ? നമ്മുടെ കുട്ടികൾക്ക് അവരുടെ അത്രയും പോഷണം നാച്ചുറലായിട്ട്, അല്ലേ, പ്രാകൃതമായിട്ട് ഒരു പോഷണം കിട്ടാനും അതുപോലെ തന്നെ അവരുടെ ഒരു രോഗപ്രതിരോധ ശക്തി കൂട്ടാനും കൂടിയാണ് നമ്മുടെ മുലപ്പാൽ. അത് അത്രയും വളരെ ഒരു അമൃതം പോലെ തന്നെയാണ്. സോ അതിൻ്റെ മഹത്വം എല്ലാവർക്കും അറിയണം. അതുപോലെ തന്നെ മുലയൂട്ടൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്ത്രീകൾക്ക് എന്തൊക്കെയാണ് അതിൽ ഹെൽപ്പാവുക, ഗുണകരമാവുക, നമുക്ക് നോക്കാം. ഒന്നാമത്, നമ്മുടെ ഹോർമോണൽ ബാലൻസ് ആവും. രണ്ടാമത്, നമുക്കറിയാം കുറേ ബ്രസ്റ്റ് ഫീഡിങ് ഇല്ലാത്ത കൊണ്ട് കുറേ ക്യാൻസർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാൻസർ വരാതിരിക്കാൻ നമുക്ക് സഹായിക്കും. മൂന്നാമത്, നമ്മുടെ വെയിറ്റ് ലോസിനും പിന്നെ നമ്മുടെ ഒരു യുട്രസ്, നമ്മുടെ ഗർഭാശയം സെയിം ഒരു സൈസിൽ ആവാനുള്ള സഹായിക്കുന്നതായിരിക്കും ഈ ഒരു ബ്രസ്റ്റ് ഫീഡിങ് കൂടെ നമുക്ക് ഉണ്ടാവുക. സോ നമുക്കറിയാം കുറേ പേർക്ക് ഈ ഒരു പാല് കുറവുള്ള കുറേ അമ്മമാരുണ്ടാവും, അല്ലേ? അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് പോഷണമായ ഒരു ഭക്ഷണം കിട്ടാത്തതുകൊണ്ടാണ്. ഞാൻ ഒരു ടിപ്പായിട്ട് നമുക്കെങ്ങനെയാണ് പാല് വർദ്ധിക്കാമെന്ന് നല്ല രീതിയിൽ നമുക്ക് സിമ്പിളായിട്ട് ഒരു ചിലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങൾ പറയുന്നതായിരിക്കും. നമുക്കറിയാം മുരിങ്ങയില, അല്ലേ? നമ്മുടെ ഏത് നാടൻ എവിടെ ആണെങ്കിലും വീട്ടിൽ നമുക്കൊരു മരം ഉണ്ടാവും, മുരിങ്ങയില. ഇതാണ് മുരിങ്ങയിലയുടെ ഇല, എല്ലാവർക്കും അറിയുന്നുണ്ടാവുമായിരിക്കും. ഇത് വളരെ നല്ലൊരു ഔഷധമാണ് നമ്മുടെ മുലപ്പാൽ വർദ്ധിക്കാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതിൽ റിച്ച് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ഉണ്ട്, അയൺ ഉണ്ട്, കാൽഷ്യം ഉണ്ട്, പൊട്ടാഷ്യം ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ പാല് വർദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ഘടകങ്ങൾ ഈ ഒരു മുരിങ്ങയിലുണ്ട്. അതായത് ഇത് ഗാലക്ടോഗോഗാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുരിങ്ങയില നമ്മുടെ റിച്ച് ഫുഡ് എന്ന് തന്നെ പറയാം. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതിലൊരു കാൽഷ്യം എന്ന് പറഞ്ഞാൽ ഒരു പാലിനേക്കാളും ഒരു 17 ടൈംസ് കൂടുതലും. പിന്നെ നമ്മുടെ ഒരു അയൺ കണ്ടൻറ്റ് നമ്മുടെ സ്പിനാച്ച് ഉണ്ടല്ലോ, ഒരു ചീരവർഗ്ഗമാണ്. അതൊരു 25% കൂടുതലും ഉള്ള ഒരു കൂട്ടാണ് ഈ ഒരു മുരിങ്ങയില. നമ്മുടെ സംസ്കൃതത്തിൽ ഇതിനെ ഷിഗ്രു എന്നും പറയും, മുറിങ്ക എന്ന് പറയും, ഈ ഒരു ശാസ്ത്രനാമമുണ്ട്. അതുപോലെ തന്നെ ഡ്രംസ്റ്റിക് ലീവ്സ് എന്ന് ഇംഗ്ലീഷിൽ പേരുണ്ട്. അങ്ങനെ കുറേ പല രീതിയിൽ നമ്മൾ പേരിൽ വിളിക്കുന്നുണ്ടാവും. പക്ഷേ ഇതിലത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ മുറ്റത്ത് തന്നെ കിട്ടും, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ പറയാം. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് മുരിങ്ങയില കഞ്ഞിയിൽ വെച്ചിട്ട് ചെറുപയറും കൂടിയിട്ട് നമുക്ക് കഞ്ഞിയായിട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ ചെയ്യാം. നമ്മുടെ അമ്മമാർക്ക് അത്ര നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡായിരിക്കും. അതിൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിക്കാം. രണ്ടാമത് വേണമെങ്കിൽ അതിൻ്റെ ഒരു വറവായിട്ടോ ഇല്ല തോരനായിട്ടോ പല രീതിയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ അതിൻ്റെ സൂപ്പായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് 3 രീതിയിലും നമുക്ക് അവരുടെ എന്താ പറഞ്ഞാൽ ഈ ഒരു മുരിങ്ങയില പാല് വർദ്ധിപ്പിക്കാതല്ലാതെ നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. കാൽഷ്യമൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് എല്ലിൻ്റെ ശക്തി കുറഞ്ഞു കാണുമല്ലോ, അല്ലേ? മുലയൂട്ടുന്ന അമ്മമാർക്ക് കൂടുതലും കാൽഷ്യം അയൺ ഭയങ്കര ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പോൾ ഇതിൽ കൂടെ തന്നെ അവർക്ക് ആ ഒരു ഡെഫിഷ്യൻസി നിലനിർത്താൻ പറ്റും. സോ അതും അത്രയും വളരെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. എന്തായാലും ഈ മുലയൂട്ടൽ വാരം നല്ല രീതിയിൽ ഒന്ന് പ്രൊമോട്ട് ചെയ്യണം. നമ്മുടെ സംഘടനക്കാർ ഇതിനെ നല്ലതായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാം. നമ്മുടെ ഈ ഒരു മുലയൂട്ടൽ വാരം നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്തിട്ട് ഈ ഒരു നമ്മുടെ മുലപ്പാലിൻ്റെ ഒരു പ്രത്യേകതയും അതിൻ്റെ ഇമ്പോർട്ടൻസും എല്ലാവർക്കും അറിയട്ടെ. എന്നിട്ട് അതിനെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു.